ഏവർക്കും അജ്മൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഒരു പുതിയൊരു ടോപ്പിക്കാണ്. നമ്മൾ കണ്ടംപററി ടച്ച് ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് ഒരു മൂന്നാമത്തെ ഒരു വേൾഡ് വാറിലേക്ക് ലോകം ഉറ്റുനോക്കുന്ന ഒരു അവസ്ഥയാണ്. ഇറാൻ, അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഇറാൻ, ഒരു ഭാഗത്ത് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് അലീജ്. മറ്റേ സൈഡിൽ ഇപ്പോൾ നോർത്ത് കൊറിയ, അതുപോലെ തന്നെ റഷ്യ, ചൈന പോലെയുള്ള രാഷ്ട്രങ്ങൾ വരുന്നു. ഹോർമോസ് കടലിടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാൻ തോന്നിയതായിട്ടുള്ളൊരു കാര്യമാണ്, കേരളത്തിൻ്റെ അത്ര പോലും വിസ്തൃതിയില്ലാത്ത ജിയോഗ്രഫിക്കൽ ഏരിയ ഡെപ്ത് വിടുത്തില്ലാത്ത ഒരു രാഷ്ട്രമായിട്ടുള്ള ഇസ്രായേൽ എന്തുകൊണ്ട് ഇന്നും അത് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് യുദ്ധങ്ങളിൽ. അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ അമേരിക്കക്ക് ട്രംപിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിരന്തരമായിട്ടുള്ള പ്രസ് മീറ്റിങ്ങുകളിലൂടെ മനസ്സിലാകും, അദ്ദേഹത്തിന് അറിയില്ല എന്തിനാണ് യുദ്ധം നടത്തുന്നത് എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന് അറിയുന്നില്ല. ഓരോ ദിവസവും ഓരോ കാരണങ്ങളാണ്, ലോജിക്കില്ലാത്ത റീസൺസുകളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനോടുള്ള സോഫ്റ്റ് കോർണർ മാത്രമാണ്. അമേരിക്ക എവിടെ ഒരു യുദ്ധം നടത്തിയാലും, അതിപ്പോൾ ഗസയാവട്ടെ, ഗസയിൽ നടത്തി എത്രയോ ആയുധങ്ങൾ കൊടുത്തിട്ട് ഇസ്രായേലിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകിയത് അമേരിക്കയാണ്. നമുക്ക് സത്യം പോലെ വെളിവാകുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടെങ്കിൽ ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിലും പ്രത്യക്ഷമായിട്ട് തന്നെ അമേരിക്ക ഇറങ്ങിയതിൻ്റെ കാരണവും അത് തന്നെയാണ്. അപ്പോൾ ഈ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള സോഫ്റ്റ് കോർണറിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് അലിജിയാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ വിശ്വസിക്കാൻ പറ്റുന്ന അമേരിക്കയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇസ്രായേൽ മാത്രമാണ്. അവിടുത്തെ ഇപ്പോൾ വെസ്റ്റേൺ ടച്ച് അല്ല അവിടുത്തെ കൾച്ചർ എന്ന് പറയുന്നത്. പാശ്ചാത്യമായിട്ടുള്ള അമേരിക്കയിലുള്ള കൾച്ചർ പുലർത്തുന്നതായിട്ടുള്ള അവരുടെ വാല്യൂസുകളും അവരുടെ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു രാഷ്ട്രം, ഇത്തരം മിഡിൽ ഈസ്റ്റുകളിൽ വ്യാപിച്ചു കിടക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒരേ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധവും സാങ്കേതികവിദ്യയാണ്. ഇപ്പം ഈ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഡിഫൻസ് സിസ്റ്റങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അയൺ ഡിഫൻസ് സിസ്റ്റംസ്, അയൺ ഡോമിൻ്റെ ഡിഫൻസ് സിസ്റ്റം, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ സംയുക്തമായിട്ടാണ് ആ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ അതിന് പുറമേ ആയിട്ട് ഇപ്പോൾ ഗസയിലൊക്കെ നമുക്കറിയാം, പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ഒന്നും അറിയാത്ത നിരപരാധികളായിട്ടുള്ള ഇവരുടെ മുകളിലൊക്കെ ആയുധങ്ങളും മറ്റുള്ള ആയുധത്തിൻ്റെ പ്രഹരശേഷി എക്സ്പെരിമെൻ്റ് നടത്താൻ അമേരിക്കക്കുള്ള ഒരു മാർഗമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പം ആയുധങ്ങളെ പരീക്ഷിക്കാൻ, അമേരിക്ക ഉണ്ടാക്കുന്ന ആയുധങ്ങളെ പരീക്ഷിക്കാനുള്ള ഒരു 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 ചിലവില്ലാതെ പരീക്ഷിക്കാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ യുദ്ധം നടത്തുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ആയുധങ്ങൾ അമേരിക്ക ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഇസ്രായേലിന് കൊടുക്കുന്നു, അവർ പരീക്ഷിക്കുന്നു, പാവപ്പെട്ട ജനങ്ങളുടെ മേലിൽ അത് പരീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഡിഫൻസ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ അടുത്തത് ടെക്നോളജിയാണ്. ടെക്നോളജി എന്ന് പറയുന്നത് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. ഇപ്പം ഗൂഗിൾ ഇതുപോലെയുള്ള ഓഫീസുകളൊക്കെ, അവരുടെ വമ്പൻ ഓഫീസുകളിലൊക്കെ ഇസ്രായേലിൽ അവർക്കറിയാം അതിൻ്റെ ടെക്നോളജിയിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത് ഇസ്രായേലാണ്. അപ്പോൾ ഈ ടെക്നോളജിയും അതുപോലെ തന്നെ മിലിറ്ററി ഡിഫൻസും ഇത് ഒരു കാരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് മൂന്നാമത്തെ അടുത്തൊരു കാരണമായിട്ട് പറയാൻ പറ്റുന്നത് മൊസാദാണ് അല്ലേ, ഇൻ്റലിജൻസ്. അതായത് മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ചാരസംഘടന, അത് അമേരിക്കക്ക് വളരെയധികം ഇപ്പോൾ നമുക്കറിയാം ആയത്തുള്ള ഖമീനിയെ പോലെയുള്ളവർ ഇപ്പോൾ അടുത്ത് അവരുടെ വിയോഗം. അപ്പോൾ അതിനുള്ള ഒരു കാരണം മൊസാദിലൊക്കെ നല്ല പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് കറക്റ്റായിട്ട് ഉയർന്ന തലങ്ങളിൽ പോലും മൊസാദിൻ്റെ ഇവർ രൂപീകരിക്കുന്നതായിട്ടുള്ള ഗ്യാങ്ങുകളിൽ പോലും, ഡിഫൻസിൻ്റെ ഗ്യാങ്ങുകൾ, ഇറാൻ രൂപീകരിക്കുന്ന ഡിഫൻസിൻ്റെ ഗ്യാങ്ങിൻ്റെ നേതൃത്വത്തിൽ പോലും മൊസാദ് ചാരസംഘടനകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കറക്റ്റായിട്ട് അവർക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇൻ്റലിജൻസ്, ഈ മൊസാദ് എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തിന് ഇതൊരു കാരണമാണ്. പിന്നെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ രാഷ്ട്രീയ സ്വാധീനമാണ്. അമേരിക്കയിലെ രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുന്നത്, അമേരിക്കയിൽ ഇപ്പം വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേ ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതായിട്ടുള്ള കുറേ വിഭാഗങ്ങളുണ്ട് അവിടെ. അതിൽ ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ യഹൂദ വോട്ടുകളാണ്.
അപ്പോൾ ഇസ്രായേലിൽ കൂടുതൽ വിഭാഗങ്ങളും കുറേ വിഭാഗങ്ങൾ യഹൂദുണ്ട്. അപ്പോൾ അവരുടെ യഹൂദ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയിട്ട് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഇസ്രായേലുമായിട്ടുള്ള ഒരു മതപരമായിട്ടുള്ള ബന്ധം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ AIPAC നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി പോലെയുള്ള ശക്തമായിട്ടുള്ള ലോബികൾ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തണമെന്ന് പറഞ്ഞിട്ട് നിലനിൽക്കുന്നതായിട്ടുള്ള പാർട്ടീസുകളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഇവാഞ്ചിക്കൽ ക്രിസ്ത്യാനികൾ വിഭാഗത്തിലൊരു വിഭാഗമാണ്. ഇവരെന്ന് പറഞ്ഞാൽ ഇവരുടെ അഭിപ്രായം അല്ലെങ്കിൽ മതവിശ്വാസ പ്രകാരം ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് നിലനിൽക്കേണ്ടതായിട്ടുള്ള ലോകാവസാനം വരെ നിലനിൽക്കേണ്ടതായിട്ടുള്ള വിഭാഗമാണ് എന്നുള്ളത് ഒരു ശക്തമായിട്ട് വിശ്വസിക്കുന്നത് മൂലം അതിൻ്റെ ഒരു പ്രഷർ അമേരിക്കൻ ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്താൻ എപ്പോഴും അമേരിക്ക ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ അമേരിക്കയിലെ ബിഗ് ടെക്നോളജികളായിട്ടുള്ള പിന്നെ ഗൂഗിൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ഇൻ്റൽ പോലെയുള്ള നമുക്കറിയാം അല്ലേ. ഇത് ഇസ്രായേലിന് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ഇസ്രായേലിന് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ലോകത്തിൻ്റെ തന്നെ R&D ഹബ്ബ്, റിസർച്ച് ഡെവലപ്മെൻറ്റ് ഹബ്ബ്, അത് അമേരിക്കക്ക് പുറത്തുണ്ട് എന്നുണ്ടെങ്കിൽ ബിഗ് ടെക് കമ്പനികൾ ഈ ബിഗ് ടെക് കമ്പനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് ഇസ്രായേലിലാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം ഇൻ്റലിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള പല പ്രോസസ്സുകൾ, ഉദാഹരണത്തിന് സെൻട്രിനോ, അതുപോലെ തന്നെ കോർ പോലെയുള്ള സീരീസുകൾ, ഇതൊക്കെ രൂപകൽപ്പന ചെയ്ത് ഇസ്രായേലിലെ അവരുടെ ലാബുകളിൽ വെച്ചിട്ടാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പിന്നെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വകാര്യ തൊഴിൽദാതാക്കളിൽ ഒന്നാണ് ഈ ഇൻ്റൽ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ആപ്പിളിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കി, ആപ്പിളിൻ്റെതാണ് അമേരിക്ക പുറത്തുള്ള ആപ്പിളിൻ്റെ ഏറ്റവും വലിയ ഹാർഡ്വെയർ റിസർച്ച് സെൻറ്റർ അത് ഇസ്രായേലിലാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഐഫോണിലെ പല സെൻസർ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുന്നതും ഇസ്രായേലിൽ തന്നെയാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റിയിലെ ഡൊമിനൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി ആണെന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ആക്രമണമാണ്. ഈ രംഗത്തെ ലോക നേതാക്കളാണ് ഇസ്രായേൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഗൂഗിളിൻ്റെ റെക്കോർഡ് ഡീലായിട്ട് അവസാനത്തെ നമുക്കറിയാം, റെക്കോർഡ് ഡീൽ 2025 ഗൂഗിളിൻ്റെ മാതൃ കമ്പനിയായിട്ടുള്ള ആൽഫബറ്റിലെ ഈ ആൽഫബറ്റ് ഇസ്രായേൽ സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ടപ്പായിട്ടുള്ള വിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ആ വിസിന് ഏകദേശം 32 ബില്യൺ, ഏകദേശം 2.6 ലക്ഷം കോടി രൂപ ഇന്ത്യൻ രൂപക്കാണ് ഏറ്റെടുത്തത്, അമാൽഗമേറ്റ് ചെയ്തത്. ഇത് ഗൂഗിളിൻ്റെ ചരിത്രത്തിന് ഏറ്റവും വലിയ ഏറ്റെടുക്കലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലൗഡ് സെക്യൂരിറ്റിക്ക് നോക്കുകയാണെങ്കിൽ ആമസോൺ, മൈക്രോസോഫ്റ്റ് ഇവരോട് മത്സരിക്കാൻ ഗൂഗിളിന് ഇസ്രായേലിൻ്റെ സാങ്കേതിക വിദ്യ അത്യാവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആമസോണിനോടും മൈക്രോസോഫ്റ്റിനോടും മത്സരിക്കാൻ ഗൂഗിളിന് ഈ ഇസ്രായേലിനെ കൂട്ടുപിടിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഇൻ്റൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇസ്രായേലിൻ്റെതാണ്. ഇസ്രായേൽ കൂടുതൽ മെജോറിറ്റി പുലർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ ഗൂഗിളിന് ഇവരുമായിട്ട് കിടപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. മനസ്സിലായി. പിന്നെ അടുത്തതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്കറിയാം ഈ കാലഘട്ടം വഹിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI സംവിധാനങ്ങളാണ്. അപ്പോൾ ഈ AI സംവിധാന രംഗത്ത് മൈക്രോസോഫ്റ്റും ഗൂഗിളും തമ്മിലുള്ള മത്സരത്തിൽ പിന്നെ ഇസ്രായേലിലെ പ്രതിഭകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഗൂഗിളിനെ സഹായിക്കുന്ന കൂടുതലും ഇസ്രായേൽ അവിടെ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം ആപ്പിൾ അടുത്തിടെ ഒരു പിന്നെ QAI പോലെയുള്ള ഇസ്രായേലി AI സ്റ്റാർട്ടപ്പുകളെ കോടിക്കണക്കിന് ഡോളർ നൽകിയിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ 2026 തുടക്കത്തിൽ അമേരിക്ക ഇസ്രായേലും AI ഗവേഷണത്തിനായി പ്രത്യേകമായിട്ടുള്ള ഒരു പിന്നെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് AI എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ പ്രഖ്യാപിച്ച് നമുക്കറിയാവുന്നതാണ്. മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ അതേപോലെ തന്നെ സൈനിക സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റങ്ങൾ, ഡുവൽ യൂസ് ടെക്കുകൾ, അതായത് ഇസ്രായേൽ വികസിക്കുന്ന പല സാങ്കേതിക വിദ്യകളും ഒരേ സൈനിക ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ സിവിൽ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഡ്രോണ് സാങ്കേതികവിദ്യ, ഫേഷ്യൽ പിന്നെ റെക്കഗ്നീഷൻസ്, ആധുനിക അൽഗരിതങ്ങൾ എന്നിവ അമേരിക്കൻ കമ്പനികൾക്ക് വലിയ മുതൽക്കൂട്ടാണ്. ഇത് ഇസ്രായേൽ നിർമ്മിച്ചതിന് ശേഷം അമേരിക്കക്ക് പാസ് ചെയ്യാണ്. അപ്പോൾ അവർ തമ്മിൽ അത്രയും വിധമായിട്ടുള്ളൊരു ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കും. പിന്നെ എങ്ങനെയാണ് അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
പിന്നെ നിക്ഷേപങ്ങളുടെ ഒരു വലിപ്പ ശേഖരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പൂൾസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ സിലിക്കൺ വാലി എന്ന് പറയുന്ന കാലിഫോർണിയയിലെ സിലിക്കൺ വാലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളിൽ ഇസ്രായേലിലെ സിലിക്കൺ വാഡിയിലാണ്. അപ്പോൾ 2025 മാത്രം ഇസ്രായേൽ ടെക് മേഖല ഏകദേശം $111 ബില്യൻ്റെ ഇടപാടുകൾ നടന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഇതിൽ ഭൂരിഭാഗവും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അതാണ് അവിടുത്തെ ദിവസം ഏറ്റവും $111 ബില്യൻ്റെ ഇടപാടുകൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ അത് ഭൂരിഭാഗം നടത്തിയത് അമേരിക്കൻ കമ്പനികളാണ് എന്നുള്ളത്. അപ്പോൾ ഈ ബിഗ് ടെക്നോളജി കമ്പനിയെ സംബന്ധിച്ച് ഇസ്രായേൽ എന്നത് ഒരു മാർക്കറ്റ് മാത്രമല്ല, മറിച്ച് അവരുടെ ഭാവി ഉൽപ്പന്നങ്ങൾ ജനിക്കുന്ന ബുദ്ധികേന്ദ്രം കൂടിയാണ് ഈ ഇസ്രായേൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അവർ വിടാനും കഴിയില്ല. അപ്പോൾ ഈ സാങ്കേതികപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാകുന്ന വേറൊരു സാധനമാണ് ഈ അമേരിക്കയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഇസ്രായേലിൻ്റെയും ഒരു കോമൺ എനിമിയാണ് ഈ ഇറാൻ പോലെയുള്ള രാഷ്ട്രം എന്ന് പറയുന്നത്. ഏറ്റവും ഇറാനാണ്. അത് മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും കുറേ കാരണങ്ങൾ നമുക്കതിൽ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ വീറ്റോ പവറിൻ്റെ ഒരു അമേരിക്ക എപ്പോഴും വീറ്റോ പവർ, ഇപ്പോൾ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തങ്ങളുടെ വീറ്റോ പവർ ഉപയോഗിച്ച് അമേരിക്ക ഇസ്രായേലിനെ സംരക്ഷിക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നൊരു സമ്പ്രദായമാണ്. അപ്പം ഇനി നമുക്ക് കൂടുതൽ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ ഏവർക്കും ടാറ്റ, ബൈ ബൈ.